അർബുദം സ്ഥിരീകരിച്ച ശേഷം അതിൻ്റെ ചികിത്സയും മറ്റുമായി കഴിയുകയാണ് രേണു സുധി. 2 കീമോ ചെയ്തു കഴിഞ്ഞു. ചികിത്സ നടക്കുന്നതിനാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ താരം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവല്ല. വല്ലപ്പോഴും ഭക്തിഗാനങ്ങൾ ആലപിച്ച് പോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം സുഹൃത്തായ സജീന രേണുവിനെ കാണാനായി ചെന്നിരുന്നു. രേണുവിൻ്റെ നിലവിലെ അവസ്ഥ കണ്ട് സ്തംഭിച്ചു പോയെന്ന് സജീന പറയുന്നു. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒന്ന് നേരിട്ട് കണ്ടാൽ പിന്നെ അവളെ വിമർശിക്കാൻ നിൽക്കില്ലെന്നും സജീന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. വീട്ടിൽ ചെന്ന് രേണുവിനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. രേണുവിനെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നതാണ് സത്യം. ഭയങ്കര വയ്യായികയായി, എനർജിയില്ല, മുഖവും ശരീരവും മൊത്തത്തിൽ വല്ലാതെയായി. ആ രൂപം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ആകപ്പാടെ ഇത്തിരിയേ ഉള്ളൂ. ഭയങ്കരമായും അവശയായിപ്പോയി. ആദ്യത്തെ കീമോയ്ക്ക് ശേഷം മനസ്സിന് എനർജി കൊടുത്ത് അവൾ വന്നതായിരുന്നു. റീൽസൊക്കെ ചെയ്ത് സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇതെല്ലാം കണ്ട് ചില നാശം പിടിച്ചവർക്ക് സഹിച്ചില്ല. അസുഖബാധിതർ ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിച്ചാണ് അത്തരക്കാർ വന്നത്. മനസ്സിൻ്റെ കട്ടി കൊണ്ടും അസുഖം മൂലം ശരീരത്തിൽ വന്ന വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് ആക്റ്റീവായി നിന്ന് അവൾ വീഡിയോകൾ ചെയ്തിരുന്നത്. അവളെ കണ്ടപ്പോഴുള്ള അവസ്ഥ എങ്ങനെ വിവരിക്കണമെന്ന് അറിയില്ല. സത്യത്തിൽ ഞെട്ടിപ്പോയി. രേണുവിന് അസുഖമില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നവരോട് നിങ്ങൾ തുടർന്നും ഇതുതന്നെ പറയണം. എന്നാലേ നിൻ്റെയൊക്കെ കുടുംബത്തിലോ നിനക്കോ ഇതേ അസുഖം വരുമ്പോൾ വിഷമം മനസ്സിലാവുകയുള്ളൂ. പ്രതീക്ഷിക്കാത്തൊരു രൂപമാറ്റം 2ാമത്തെ കീമോയ്ക്ക് ശേഷം അവൾക്ക് വന്നു. കണ്ണൊക്കെ കുഴിഞ്ഞു. ചുറ്റും ഡാർക്ക് നിറം വന്നു മൂടി. മുടിയെല്ലാം പോയി. ശക്തിയായി ഒന്ന് ഊതിയാൽ പറന്നു പോകുന്നത് പോലെയായി. എന്നെ കണ്ടതും അവൾ കരഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉപ്പുമാവ് കഴിക്കുകയായിരുന്നു. അതുതന്നെ വളരെ പ്രയാസപ്പെട്ടാണ് കഴിക്കുന്നത്. കഴിച്ചതും ഛർദി തുടങ്ങി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വിഷമിച്ചു ഞാൻ വരും, ഷോർട്ട് ഫിലിമും ആൽബവുമൊക്കെ ചെയ്യണം എന്ന് അവൾ പറഞ്ഞു കരഞ്ഞു. അസുഖത്തിൻ്റെ കാഠിന്യം അവളിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒരു നോക്ക് പോയി കാണണം. അപ്പോൾ മനസ്സിലാകും എന്താണ് യഥാർത്ഥ അവസ്ഥയെന്ന്. രേണുവിനെ കണ്ട് സ്തംഭിച്ചുപോയി. പോസിറ്റീവ് കമൻറ്റുകൾ എല്ലാം അവളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. ആരും എന്നെ മറന്നില്ല അല്ലേ ചേച്ചി എന്നാണ് അവൾ അത് കേട്ട ശേഷം എന്നോട് ചോദിച്ചത്. TV അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. കയ്യിലിട്ട പിക്ക് ലൈൻ അഴിച്ചു. പൊട്ടിയടിഞ്ഞ് ഇൻഫെക്ഷനായി. ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഊരിയത്. അവളുടെ കൂടെയിരുന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത്രയും ആവശ്യമാണെന്നും സജീന പറയുന്നു. 6 കീമോയാണ് രേണുവിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കീമോയ്ക്ക് ശേഷം ഒരു സർജറിയും ഉണ്ടാകും. ചികിത്സയ്ക്ക് ഭാരിച്ച ചിലവ് വരും എന്നതുകൊണ്ടാണ് അസുഖബാധിതയായി കിടക്കുമ്പോഴും രേണു വ്ളോഗുകൾ ചെയ്ത് യൂട്യൂബിൽ പങ്കിടുന്നത്. രേണു ആയിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം. രോഗാവസ്ഥയിലും രേണുവിനെ അലട്ടുന്നത് മകൻ ഒറ്റപ്പെട്ടു പോകുമോയെന്ന ചിന്തയാണ്.